സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴ തുടരും. വരും മണിക്കൂറുകളിൽ 9 ജില്ലകളിൽ റെഡ് അലർട്ടും 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും. കേരള തീരത്ത് ശക്തമായ കാറ്റിനും കടൽക്ഷോഭത്തിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. വിവിധ ജില്ലകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടിൽ. വടക്കൻ ജില്ലകളിൽ പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ. കോട്ടയം, ഇടുക്കി, കൊല്ലം ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. നിലമ്പൂരിൽ കളമൊരുങ്ങുന്നു. UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകും. LDF സ്ഥാനാർത്ഥി M സ്വരാജ് ഇന്ന് നിലമ്പൂരിലെത്തും. വൈകിട്ട് M സ്വരാജിന്റെ റോഡ് ഷോ. UDF പിന്തുണ സംബന്ധിച്ച് PV അൻവറിന്റെ നിലപാട് ഇന്നറിയാം. കേരളത്തിലെ ദേശീയപാത തകർച്ച പരിശോധിക്കാൻ 3-അംഗ വിദഗ്ധ സംഘം ഇന്നെത്തും. അപാകതകൾ പരിശോധിക്കുന്നത് ദേശീയപാത അതോറിറ്റി ചെയർമാന്റെ നേതൃത്വത്തിൽ. വിദഗ്ധ സംഘത്തിന്റെ സന്ദർശനം 3 ദിവസത്തേക്ക്. വിവിധ ജില്ലകളിൽ ദേശീയപാത തകർന്ന പ്രദേശങ്ങൾ സന്ദർശിക്കും. സംസ്ഥാനത്ത് ഇന്ന് കൂട്ട വിരമിക്കൽ ദിനം. വിവിധ വകുപ്പുകളിൽ നിന്ന് വിരമിക്കുന്നത് 10,000-ഓളം പേർ. സെക്രട്ടേറിയറ്റിൽ നിന്നും മാത്രം 200-ഓളം പേർ വിരമിക്കും. വിരമിക്കുന്നവരുടെ ആനുകൂല്യങ്ങൾക്കായി വേണ്ടത് 3000 കോടി രൂപയോളം. ഗുജറാത്തിനെ വീഴ്ത്തി മുംബൈ ഇന്ത്യൻസ് 2-ാം ക്വാളിഫയറിൽ. എലിമിനേറ്റർ പോരാട്ടത്തിൽ മുംബൈയുടെ വിജയം 20 റൺസിന്. 2-ാം ക്വാളിഫയറിൽ മുംബൈക്ക് എതിരാളികൾ പഞ്ചാബ്. മത്സരം നാളെ രാത്രി 7:30 അഹമ്മദാബാദിൽ.